അവളെ ആലോചിച്ചോണ്ടിരിക്കാതെ വല്ല പണിക്കും പോടോ ചേർക്കാം. എന്റെ പെണ്ണുമ്പിളേനെ ഇറക്കിവിടാൻ തള്ളക്കെന്നെ അധികാരം? നിന്റെ പെണ്ണുമ്പിള്ള പ്രായത്തിൽ മൂത്തവളെ കെട്ടല്ലേ ഞാൻ അപ്പളേ പറഞ്ഞതാ. അവക്ക് പ്രായത്തിന് മാത്രമല്ലടാ മൂപ്പ. അപ്പൊ തള്ളക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. അതോ തള്ളക്ക് പ്രായമുള്ള പോലെയാണോടാ പൊട്ട ഇതാണ്. ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ എടുക്കുകയും വേണം. അവക്ക് എപ്പോഴും വീഡിയോ പിടിച്ചോണ്ട് നടത്താൻ മതി. അവളെ ഞാനിവിടെ അരിയിട്ട് വായിക്കാവിടാ. ഇങ്ങനെയാണ് തള്ളക്ക് ഞാൻ വായ്ക്കരി ഇടും. പെണ്ണുമ്പിള്ളേനെ വിളിച്ചോണ്ട് വരും തള്ളയെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാ ചൂലൊക്കെ എന്തിനാ വേണേ നീ എന്നെ വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? നമുക്കൊരു കിസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അതിനിടയ്ക്ക് ആ പരക്ക തള്ള കയറി. അതിനാണോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അതിന് അവിടെ തന്നെ വേണമെന്നുണ്ടോ? പിന്നെ ഇവിടെ ആകാം. നാണം കെട്ട വർത്താനം പറയരുത് കേട്ടോ. ഇതാ നമുക്ക് ആ തൂണിന്റെ മറവിലേക്ക് പോവാം. ഇവിടെ വന്നൊരു കിസ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമ്മതിക്കുന്നില്ല. ദേ ഒരുത്തൻ വൃത്തികേട് കാണിക്കും. ഞാൻ എന്ത് വൃത്തികേടാണോ എന്റെ പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് കാണിച്ചേ? ആഴ്ച തീർന്നപ്പോ ആഴ്ച തീർന്നില്ലടോ. കാലം കൂടെ ഒക്കെ ഉണ്ടായ നീ എവിടുത്തേറാ? നിന്റെ പേരെന്നാ? മോനെ നമ്മുടെ റഷീദ്. മോൻ ചൂടാവൊന്നും വേണ്ട, നമ്മൾ പൊറോട്ട ഇറച്ചി മേടിച്ചുതരാം. പൊറോട്ട ഇറച്ചിയാ? മോൻ ആ തൂണിന്റെ അടുത്ത് നിന്നപ്പോ നമ്മൾ മോന്റെ തുട കണ്ടേക്കണം. നമുക്ക് പെരുത്ത് ഇഷ്ടമായി പിള്ളേ. അതുപോലത്തെ ഒരു തൂണ് ഇത് അവിടെയുണ്ട്. മോൻ അങ്ങോട്ട് വന്നാ മതി. അപ്പൊ താൻ എന്റെ പെണ്ണിയല്ല നോക്കിയ, എന്നെയല്ല നോക്കിയ പട്ടി. താൻ ഉദ്ദേശിക്കുന്ന പോലെ ആളൊന്നും അല്ല ഞാൻ. ഞാൻ ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞ കുലപുരുഷനാ. നമ്മൾ ആ കൊല കണ്ടിട്ട് തന്നെയാ നോക്കിയ പിള്ളേ. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയാലോ? ഇല്ലെങ്കിൽ ഇവനെന്നെ കയറി പിടിക്കും. कहाँ से आते